പ്രൈസ് ലോഡ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയരെ, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ. പ്രിയരെ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് നമുക്ക് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്നുവല്ലോ. നമുക്ക് ദൈവത്തെ രാവിലെ സമയം സന്തോഷത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം ചെയ്ത നന്മകളെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ, പിന്നെയും കർത്താവിനോട് നമുക്ക് ഒരുപടി കൂടി അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയരെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആണ്ടവരൻ രക്ഷകനുമാകി இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் நான் வரவேற்கிறேன், வாழ்த்துகிறேன். இந்த அதிகால வேளையில் கர்த்தருடைய முகத்தை நோக்கி நமக்கு வருவதற்காக தேவன் நம்ம ஜீவனுள்ளவர்களாக மாற்றினதற்காக தேவனுக்கு நமக்கு நன்றி செலுத்தலாமா? கர்த்தருடைய பிள்ளைங்கள் எத்தனையோ பேர்களுக்கு இதே போல் ஒரு சந்தர்ப்பம் கிடைக்காமல் அவர் வாழ்க்கையில் எத்தனையோ பேர்கள் வாழ்ந்து தளர்ந்து போனவர்களாக இருக்கிறோம். அநேகர் வாழ்க்கையில் சந்தோஷத்தோடு சமாதானத்தோடு நிம்மதியோடு வாழ்ந்து கொண்டிருக்கிறார்கள். என் தேவனாகிய கர்த்தருடைய சமூகத்தில் அமர்ந்திருந்து இந்த அதிகால வேளையில் தேவனை நம்ம மகிமைப்படுத்தும்படியாக கர்த்தர் செய்த இந்த நல்ல ஸ்லாகியத்திற்காக, நல்ல பாக்கியத்திற்காக தேவனுக்கு நன்றி செலுத்தலாமா? பிரைஸ் லார்ட். கர்த்தருக்குள் பிரியமானவர்களே, அவரோட வருகை சமீபமாக இருக்கிறது. அவரோட வருகை சமீபமாக இருக்கிற நாட்களில் பிரைஸ் லார்ட் ஹல்லேலூயா, அவரோட வருகைக்காக நம்ம ஆயத்தமாக இருப்போம் என்பதை இந்த நேரத்தில் உங்களுக்கு நான் அறிவிக்கிறேன். அவருடைய கால சத்தம் கேட்கிறதான சுதினங்கள் வெகு சீக்கிரமாக உண்டு என்பதை அறிந்து கொண்டு கர்த்தருடைய பிள்ளைங்களை நாம் ஒவ்வொருவரும் அவருடைய வருகைக்காக ஆயத்தமாக இருப்போம். கர்த்தர் நல்லவர். பிரைஸ் லார்ட் ஹல்லேலூயா. அவர் நம்ம மத்தியே வாசம் பண்ணுகிறார். പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ പ്രഭാത വേളയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പായി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം, നമുക്ക് പരമേൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്, നമ്മോട് കൂടെ എപ്പോഴും ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇന്നത്തെ ഈ പ്രഭാതം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, എത്രയോ പേർക്ക് ഇന്നലെയെ കണ്ടവർക്ക് ഇന്നെന്നുള്ള പ്രഭാതം ഇല്ലാതെ പോകുമ്പോൾ കർത്താവേ, മരണം അനേകരെ മുറിച്ചു കളയുമ്പോൾ, അനേകർ അകാല മരണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ ഹോസ്പിറ്റലും മറ്റുമായി അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുന്ന വചനവുമായി കടന്നു വരുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ അങ്ങ് ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പോൾ ആ വചനം അങ്ങയുടേത്. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവെ, ജീവനുള്ള വചനങ്ങളെ, ജീവനുള്ള വാർത്തകളെ പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ ഒരുക്കണമേ. സകലതും അങ്ങയ്ക്കായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്, സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞാരും രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ജീവിതത്തിലെ ശൂന്യതകളെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ഞാൻ അല്പനിമിഷങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ, ജീവിതത്തിലെ ശൂന്യതകൾ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്താണ് ജീവിതത്തിലെ ശൂന്യതകൾ? എന്താണ് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ പെർഫെക്റ്റാണ്, നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല, ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്ന് പറയുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. അനേകരുടെ ജീവിതത്തിൽ സിസ്റ്റർ എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ പറയും, സിസ്റ്റർ ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ അനേക ശൂന്യതകൾ മറഞ്ഞു കിടക്കുന്നു പ്രിയരെ. എവിടെയൊക്കെയാണത്? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് ചില നിമിഷങ്ങൾ നമുക്ക് ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ വായിച്ച് ചില കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ, അവൻ ഗെന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഗെന്നസരത്ത് തടാകത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ കർത്താവ് കാണുന്ന 2 കാഴ്ച, അതായത് കർത്താവ് കാണുന്ന 2 പടക് അവിടെ കാണുന്നുണ്ട്.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ പടകിൽ നിന്ന് ചിലർ ആ പടക് അതായത് ഈ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. എന്നാൽ കർത്താവ് അടുത്ത് ചെന്നു കാണുന്നത് ഇങ്ങനെയാണ്. അവയിൽ മീൻ പിടിക്കാർ ചിലർ അതായത് വല കഴുകുകയായിരുന്നു. ആ പടകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു കർത്താവ് ശീമോൻ്റെ പടകിലാണ് കർത്താവ് കയറി ഇരുന്നത്. എന്നാൽ കർത്താവ് ശീമോനെ അറിഞ്ഞിരുന്നു. ശീമോൻ്റെ പടകാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് മാത്രമാണ് കർത്താവ് ആ പടകിൽ കയറി ഇരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ. എന്നാൽ കർത്താവ് അതിൽ കയറി ഇരുന്നതിന് ശേഷമായി കർത്താവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പടകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമേ എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ കർത്താവ് ശീമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശീമോൻ എന്ന പേരിൻ്റെ അർത്ഥം അഥവാ അല്ലെങ്കിൽ കേഫ പത്രോസ് എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ പാറക്കഷ്ണം പെട്രോസ് എന്നാണ്, അല്ലെങ്കിൽ വലിയ പാറ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ കർത്താവ് ശീമോനോട് പറയുക, ശീമോനെ ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കുവേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കുവേൻ. ഇവിടെ ശീമോൻ്റെ മറുപടി വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ചിന്തിക്കാവുന്നതാണ് പ്രിയരെ. ഇങ്ങനെയാണ് ശീമോൻ പറയുന്നത്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശീമോൻ പറയുക, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്താണ് കർത്താവോട് പറഞ്ഞത്? ശീമോനോട് പറയുന്നത്, കർത്താവ് പറയുന്നു, ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്ക്. പ്രൈസ് ദി ലോർഡ്. ആഴം എന്ന് പറയുന്ന വചനത്തിൻ്റെ ആഴമാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകരും സുവിശേഷ രംഗങ്ങളിൽ കടന്നു വന്നിട്ട് ആഴത്തിലേക്ക് ഇറങ്ങാതെയാണ് അവർ മീൻ പിടിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വലയിൽ മീൻ അകപ്പെടാതെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. നാം എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആഴത്തിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ എന്നത് മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ലോകം വലിയൊരു മീൻകൂട്ടമുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് കർത്താവിൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പടിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചുകൊണ്ട് നാം ഓരോരുത്തരും വല ഇറക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വലയിൽ മീനുകൾ അകപ്പെടുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല എന്ന് വന്നാൽ, അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയട്ടെ. ഇവിടെ പത്രോസ് ചെയ്തത്, ഹല്ലേലൂയ, പത്രോസ് താൻ തന്നെ വലയിറക്കി തൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ താൻ ഇങ്ങനെ ചെയ്താൽ അവിടെ മീൻ കിട്ടും അല്ലെങ്കിൽ ലഭിക്കുമെന്ന് താൻ ചിന്തിച്ചു. പക്ഷേ കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ചപ്പോൾ മാത്രമാണ് തനിക്ക് അനുഗ്രഹം ഉണ്ടായത്. ഇന്നൊക്കെ അനേകരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അതായത് നാം സ്വന്തമായി നമുക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലും അതിന് അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നത് നാം ചിന്തിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം എന്താണ് പറയുന്നത്? ഇന്ന് അനേകർക്കും വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട്. പക്ഷേ അവർ ദൈവത്തോട് ചോദിക്കാറില്ല, കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കാതെ അവർ കടന്നു പോകുമ്പോഴാണ് അവരുടെ ജീവിതം ശൂന്യമായി തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ വാക്കെന്നനുസരിച്ച് കർത്താവിനോടൊന്ന് ചോദിക്ക്. ഹല്ലേലൂയ. കർത്താവിനോട് നാം ചോദിക്കുമ്പോൾ നിശ്ചയമായും ദൈവം മറുപടി തരും. കർത്താവ് പറയും, ആഴത്തിലേക്ക് വലയിറക്കാൻ കർത്താവ് പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക രംഗത്ത് നാം ഇന്നേക്ക് ശൂന്യമായി കാണുന്നുവോ? ആത്മീക ജീവിതത്തിൽ നാം ശൂന്യമായി കാണുന്നുവോ പ്രിയരെ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ശൂന്യതയുണ്ടോ?
ഹല്ലേലൂയ. കർത്താവിന് മുഖ്യത്വം കൊടുക്കണം. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിലുള്ള ശൂന്യതകൾക്ക് കാരണം എന്താണെന്ന് കർത്താവിനോട് ചോദിച്ചാൽ നിശ്ചയമായും കർത്താവ് അതിന് മറുപടി പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഈ പത്രോസ് പറയുകയാണ്, നാഥാ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ശിമോന്റെ ജോലി അത് തന്നെയാണ്. ശിമോൻ അറിയാം ഈ ഗന്നസരത്ത് തടാകത്തിൻ്റെ ഏത് ഭാഗത്ത് വലയിട്ടാൽ മീനുകൾ അകപ്പെടുമെന്ന് ശിമോൻ ശരിക്കും അറിയാം. എങ്കിലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. തമിഴ് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അയ്യരേ രാ മുഴുവതും കഷ്ടപ്പെട്ടേൻ ഒന്നും അകപ്പെടവില്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യരേ രാ മുഴുവതും ഞങ്ങൾ കഷ്ടപ്പെട്ടു. துக்கத்திலும் பாரத்திலும் வேதனையோடு நான் இருக்கிறேனே. என்னுடைய குடும்பத்தில் நான் எப்படி நான் கடந்து செல்லுவேன்? என்னுடைய வாழ்க்கையில் எனக்கு சூன்யமாக இருக்கிறது, ஒன்றுமில்லை, நான் வெறுமையாக நிற்கிறேனே என்று சொல்லி ஹல்லேலூயா சீமோன் ஹல்லேலூயா இங்கே அழுது புலம்பிக் கொண்டிருக்கிறதை பார்க்கிறோம். கர்த்தருடைய பிள்ளைகளே, சீமோனுடைய உள்ளத்தின் ஆழத்தில் எவ்வளவோ வேதனை உண்டு என்பதே ஹல்லேலூயா ஆண்டவரும் இரட்சகருமாக இயேசுவின் நன்றாக தெரியும். ஹல்லேலூயா. அன்னபடியினால எத்தனையோ படவுகள் அங்கே இருக்கிறது. ஆனாலும் ஹல்லேலூயா பாருங்களே, இயேசு கர்த்தாவு தேர்ந்தெடுத்தது சீமோனோட படவு மட்டும்தான். ஹல்லேலூயா. ഇവിടെ ശീമോൻ കർത്താവിനോട് പറയുക, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും അകപ്പെട്ടിട്ടില്ല എന്ന ശീമോൻ്റെ ഉള്ളില്ലായ്മ, ശീമോൻ്റെ അവസ്ഥ, ശീമോൻ്റെ വെറുമയായിട്ടുള്ള അവസ്ഥ, ശീമോൻ്റെ എംറ്റി ആയിട്ടുള്ള അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിൽ ശീമോൻ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് സംഭവിച്ചത്? എൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ശീമോൻ്റെ ഒരു സമർപ്പിക്കുന്ന ഒരു സ്വഭാവം. ഹല്ലേലൂയ. ശിമോനോട് കർത്താവ് പറഞ്ഞപ്പോൾ ശിമോൻ എന്താണ് ചെയ്തത്? കർത്താവേ, എങ്കിലും ആമേൻ, എങ്കിലും ഞാൻ അങ്ങയുടെ വാക്കിന് ഞാൻ കീഴ്പ്പടിയാം, അല്ലെങ്കിൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞ് ശിമോൻ ഹല്ലേലൂയ പടകിൻ്റെ വലതുപുറമായിട്ട് വാഴത്തിലേക്ക് നോക്കി വലയെ ഇറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ വചനത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല കീറാറായി. ആമേൻ. ഹല്ലേലൂയ. വലക്കീറാറായി. ഉടനെ താൻ ചെയ്തത്, അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികളെയും വിളിച്ചു, സഹായിപ്പാൻ എന്നെ ഓടി വരണമേ, എൻ്റെ അരികിലേക്ക് നിങ്ങൾ കൂടെ കടന്നു വരണമേ, എൻ്റെ വല നിറയാറായി, എൻ്റെ വല കിഴിഞ്ഞു പോകും എന്ന് താൻ വ്യക്തമായി പറയുക. ദൈവമക്കളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അല്പത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഒക്കെയും പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ആത്മീകമായി ഭൗതികമായി കർത്താവ് നമ്മളെ ഉയർത്തുവാൻ തുടങ്ങുമ്പോൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് ചോദിക്കും ഓരോരുത്തർ, ഓ, കഴിഞ്ഞ ദിവസമൊക്കെ ആ വീട്ടുകാർ അങ്ങനെയല്ലേ ഇരുന്നത്, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അവർക്ക് എന്താണ് പറ്റിയത്, പെട്ടെന്നാണ്ട് അവരങ്ങ് പണക്കാരായല്ലോ എന്ന് പറയുന്ന എത്രയോ വ്യക്തികളെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ദൈവദാസന്മാരോ അവരുടെ കുടുംബങ്ങളോ ദൈവത്തെ ആരാധിക്കുന്നവരോ അവരുടെ കുടുംബങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചിന്തിച്ച് നോക്കണമേ, കർത്താവ് ഏതെങ്കിലും ഒരു രൂപത്തിൽ കർത്താവ് അവരെ വിടുവിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ ആവശ്യഭാരങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന പ്രഭാതത്തിൽ നാം ഉണർന്നു കൊള്ളണമേ. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അല്പം കൊടുത്ത്, എന്നാ മകനെ നിനക്കിത് മതി, നിൻ്റെ ആവശ്യം എന്താണ്, നിറവേറ്റുന്ന കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു ദൈവമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ദൈവമല്ല നമ്മളെ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്ന പോർക്കളത്തിൽ യുദ്ധങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ കൈ എംറ്റിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എംറ്റിയാണ്. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നന്മകൾ, നമുക്ക് ഇരട്ടി നന്മകളെ കൊടുത്താണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് ഈ നാളുകളായി ജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവമക്കളെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പെരുത്ത മീൻകൂട്ടമകപ്പെട്ടു. സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്നത് 153ഓളം പെരുത്ത മീൻകൾ ഹല്ലേലൂയ അതിൽ അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു.
ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറുവോളം അതായത് നിറച്ചു. പ്രൈസ് ലോർഡ്. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ശീമോൻ പത്രോസ് എന്താണ് ചെയ്തത്? ശീമോനോടാണ് കർത്താവ് പറഞ്ഞത്, ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കാൻ പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ സ്വന്തമായ തീരുമാനം എപ്പോഴുരും അത് പരാജയത്തിലെത്തും എന്നത് മറന്നു പോകരുത്. നാം ഒരു കാലത്തിലും സ്വന്തമായി നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. നമ്മുടെ കർത്താവിനോട് ചോദിക്കണം, അരുമനാഥനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ഞാൻ ചെയ്യേണ്ട കാര്യത്തെ എനിക്ക് വ്യക്തമായി പറഞ്ഞു തരണമേ എന്ന് കർത്താവിനോട് ചോദിച്ചാൽ നിശ്ചയമായും കർത്താവ് അതിന് മറുപടി തരുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശിമോൻ കർത്താവിൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. താൻ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്നാണ് പറയുന്നത്. യേശു കർത്താവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സഹോദരനെ സഹോദരിയെ, നമ്മുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങൾ, നമ്മുടെ കടന്നകാല ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ദൈവമായിട്ട് ബന്ധമില്ലാതെ നമ്മൾ നടന്നിരുന്ന കാര്യങ്ങളെ നമുക്ക് ഉണരുവാൻ കഴിയും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് കർത്താവിനോട് ഒരു സമർപ്പണം നമുക്ക് ചെയ്യുവാൻ കഴിയും. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവ്, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ചോദിക്കുവാൻ കഴിയും. കാരണം പാപങ്ങളെ ഉണർത്തുന്നവൻ, നീതിയെ, ഹല്ലേലൂയ, നീതിമാൻ, നീതിയുള്ള ദൈവം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ആ പരിശുദ്ധൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ കടകാല ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, ശിമോൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ ഇരട്ടി 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 നന്മകളെ കൊടുത്ത് കർത്താവ് തൃപ്തിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെയും ജീവിതത്തിൻ്റെ തകർച്ചകൾ, നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമസന്ധികൾ, ദൈവമായിട്ട് നമ്മളെ അകത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ എവിടെയാണ്? നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസ പ്രതികൂല മേഖലകൾ എന്താണ്? ഹല്ലേലൂയ. ഇന്ന പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ദൈവ പൈതലേ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങയുടെ വാക്ക് ഞാൻ കേട്ടനുസരിച്ചു കൊള്ളാമെന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം നല്ല ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഹല്ലേലൂയ, ശിമോനെ കർത്താവ് പത്രോസാക്കി മാറ്റി. നമുക്കറിയാം, ശിമോനെ ഹല്ലേലൂയ മീൻ പിടിക്കുന്നവനാക്കി അല്ല, പിന്നെയോ ഹല്ലേലൂയ ശിമോനെ പ്രൈസ് ലോർഡ് മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റുവാൻ കർത്താവ് അനുഗ്രഹിച്ചു എന്നാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ലോർഡിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇങ്ങനെയാണ് യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ജീവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മുടെ അരുമനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശൂന്യമായ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി ഒരു നിറവുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിനോട് ചോദിച്ചതുപോലെ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണമേ എന്ന് ഏലിശ ചോദിച്ചു. എന്നാൽ ഏലിയാവ് പറയുക, നീ ചോദിച്ചത് കഷ്ടമുള്ള കാര്യമാ, എങ്കിലും എന്നെ ദൈവം എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുമെങ്കിൽ നിനക്കത് അങ്ങനെ തന്നെ ഭവിക്കും. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, ഞാൻ നിങ്ങളോടൊരു കാര്യം വ്യക്തമായി പറയുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചുകൊണ്ട് ഈ നാളുകളായി നാം ജീവിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു അനുഗ്രഹത്തെ, ഇരട്ടി നന്മകളെ കർത്താവ് തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം ഏലിശ ചോദിച്ചതുപോലെ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണമേ എന്ന് നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇറങ്ങി വന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി തരുവാനിടയായിത്തീരും. ആകയാൽ ജീവിതത്തിലെ തകർച്ചയുള്ളവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് തോന്നുന്നുവോ? നിങ്ങളുടെ ആത്മീക ജീവിതത്തിലും നിങ്ങൾക്ക് തകർച്ചയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും വിശ്വാസികൾ കടന്നു വരുന്നില്ല, എൻ്റെ സഭയിൽ ജനങ്ങളില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുവോ? വല ഇറക്കേണ്ടുന്നത് ആഴത്തിലേക്ക്, ഹല്ലേലൂയ, നിങ്ങൾ വല ഇറക്കേണ്ടുന്നത് ആഴത്തിലേക്ക് ഇറക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കിനെ നീ മാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ മാറും.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിനക്ക് സമാധാനമുള്ളവർ ഒരു വ്യക്തിയായി നീ മാറും. നീ അനുഗ്രഹമുള്ള ഒരു പാത്രമായി മാറും. നമുക്കെയും പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്ത വെറും പാത്രമായി, വെറും പ്രയോജനമില്ലാത്ത പാത്രമായി നമ്മളൊക്കെയും ഹല്ലേലൂയ ആയിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനമുള്ള പാത്രമായി, അനേകർക്ക് പ്രയോജനമുള്ള പാത്രമായി, ദൈവത്തിന് ഹിതം എന്താണെന്ന് അറിയുന്ന പാത്രമായി, നിറവുള്ള പാത്രമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശൂന്യതകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ അപ്പോൾ ഞങ്ങൾ കേട്ടതായി ഈ വചനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിമോനോട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ ശിമോൻ്റെ ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ശിമോനെ പത്രോസാക്കി മാറ്റി. ഹല്ലേലൂയ. ശിമോൻ്റെ ഹല്ലേലൂയ മീൻ പിടിക്കുന്ന തൊഴിൽ മാറി. ഹല്ലേലൂയ. താൻ മനുഷ്യരെ പിടിക്കുന്ന ആത്മാവിനെ ഹല്ലേലൂയ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു ഹല്ലേലൂയ മനുഷ്യനായി കർത്താവ് മാറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുത്ത്, ഉറച്ച തീരുമാനമെടുത്ത്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സത്യ ഉപദേശം, സത്യമായിട്ടുള്ള ഈ വചനങ്ങളെ ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആഴത്തിലേക്ക്, വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ പിതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കൃപയാൽ നിറച്ചുകൊള്ളണമേ. ഇത്രയും സമയം കർത്താവേ, ഹല്ലേലൂയ, കേൾവിക്കാരായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറച്ചുകൊള്ളണം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം കേട്ടതായ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ മാറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാകട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, പിതാവേ, അങ്ങയുടെ വാക്ക് കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ഈ അടിയനെ ഒരുക്കണമേ എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമോ? ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും സമയം ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ഈ സന്ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകർക്കും അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ അഡ്മിന്മാർക്കും ഇതിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.